ചൂരൽമല വില്ലേജ് ഓഫീസിന് സമീപമുള്ള പ്രദേശത്തെ വീടുകളെ മുഴുവനായി വിഴുങ്ങിയാണ് ഉരുൾപൊട്ടൽ കടന്നുപോയത്. അതിന്റെ ശേഷിപ്പുകളാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാം. ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി, അത് വീടുകൾ മുങ്ങുന്നു. മറുവശത്ത് വീടുകളിലേക്ക് വൻ മരങ്ങൾ വന്ന് വീണ് മരങ്ങൾക്ക് അടിയിലാണ് ഈ വീടുകളുള്ളത്. പലരുടെയും ഒരു ആയുസിന്റെ സമ്പാദ്യമാണ് ഈ വീടുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ വീടുകളുടെ അവസ്ഥയാണിത്. ഈ ശേഷിക്കുന്ന ദുരിതത്തിൽ നിന്നും ആ തലനാടിലേക്ക് രക്ഷപ്പെട്ട വീടുകളുടെ അവസ്ഥയാണിത്. നോക്കൂ, ഈ ഇത്രയും ഒരു സങ്കടകരമായ കാഴ്ച. പല വീടുകളുടെയും സാധനങ്ങളൊക്കെ ഒഴുകിപ്പോകുന്നു. അതിൽ ഗ്യാസ് കുറ്റികളുണ്ട്, കുട്ടികളുടെ സ്കൂൾ ബാഗുകളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ചെരുപ്പുകളുണ്ട്, വണ്ടികളുണ്ട്. അങ്ങനെ ഒരു നിന്ന നിപ്പിൽ ഇറങ്ങി ഓടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ ആളുകൾ ഉണ്ടായിരുന്നത്. മുന്നറിയിപ്പ് വരുമ്പോൾ തന്നെ ചിലർ മാറിയിരുന്നു എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന നിപ്പിൽ ഇറങ്ങി ഓടേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരു പട്ടിക്കുട്ടി അതിൻ്റെ വീടിന് മുന്നിൽ ഇങ്ങനെ ചത്ത് മലച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ പ്രദേശമാകെ പല രീതിയിലുള്ള കാഴ്ചകളാണ്, അതിദയനീയമായ കാഴ്ചകളാണ് ഈ പ്രദേശത്ത് മൊത്തവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ദുരന്തത്തിൽ നിന്നും തലനാടിലേക്ക് രക്ഷപ്പെട്ട വീടുകളിൽ ഒരു ഭീതിയുടെ ഇരുൾ ഇപ്പോഴും മാറിയിട്ടില്ല. ഓരോ നിമിഷവും ഇവിടെ നിന്നും വലിയ രീതിയിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടെടുക്കുമ്പോഴും നമുക്ക് നിസ്സഹായമായി അത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കാരണം ഈ ഒരു ജനവാസ മേഖല, ഈ ഒരു മേഖലയെ എങ്ങനെയാണ് പ്രകൃതി തുടച്ചു നീക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ നേരിൽ തന്നെ കണ്ടു മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുട്ടികളുടെയൊക്കെ സൈക്കിൾ ഇവിടെ ഇങ്ങനെ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നു. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിലും ആളുകൾ ഉണ്ടായേക്കാം. അങ്ങനെ അതീവ സങ്കടകരമായ ഒരു സാഹചര്യം. രക്ഷാപ്രവർത്തകർ തലങ്ങും വിലങ്ങും എവിടെയെങ്കിലുമൊക്കെ ആളുകളുണ്ടോ എന്ന് അവർ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നു. ഗ്യാസ് കുറ്റികൾ, ഓരോ വീടുകളിലെയും ഗ്യാസ് കുറ്റികൾ ഇത്തരത്തിൽ ഇവിടെ ചിന്നിച്ചിതറിക്കിടപ്പുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. കുട്ടികളുടെ കളിപ്പാട്ടം മുതൽ വണ്ടികൾ മുതൽ സൈക്കിൾ, അങ്ങനെ സ്കൂൾ ബാഗുകൾ മുതൽ അങ്ങനെ എല്ലാം ഇങ്ങനെ ചിന്നിച്ചിതറിക്കിടക്കുന്നു. ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. കാണാതായവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. കാരണം നിന്ന നിപ്പിൽ സർവ്വതും വിട്ട് ഒരു ആയുസിൻ്റെ കഷ്ടപ്പാടായി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ, അതീവ ദയനീയമായ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇനിയും കുറേ പേരെ ഇവിടെ നിന്നും കണ്ടെത്താനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എമ്മലിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, വയനാട്.